എല്ലാവർക്കും വാച്ച് ലിസ്റ്റിലേക്ക് സ്വാഗതം. അതാത് ആഴ്ചയിലെ വിപണികളുടെ ട്രെൻഡ് പരിശോധിച്ച് ശക്തവും ഭദ്രമായ ഓഹരികൾ തിരഞ്ഞെടുക്കുകയും ആ ഓഹരികളെക്കുറിച്ച് ഒരു ചർച്ച നടത്തുകയുമാണ് വാച്ച് ലിസ്റ്റിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഇത് ഒരിക്കലും നിങ്ങൾക്ക് ഓഹരി വാങ്ങാനുള്ള ഒരു ശുപാർശയല്ല, മറിച്ച് എങ്ങനെ മികച്ച ഓഹരികൾ തിരഞ്ഞെടുക്കാം, എങ്ങനെ ഉചിതമായ തീരുമാനമെടുക്കാം, തീർത്തും ഒരു അക്കാദമിക് പർപ്പസാണ് നമ്മൾ വാച്ച് ലിസ്റ്റിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. പിന്നു ഈ ആഴ്ച നമ്മൾ ആദ്യം പരിഗണിക്കുന്നത് ബജാജ് കൺസ്യൂമർ ലിമിറ്റഡ് ആണ്. 269 രൂപ 57 പൈസയിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ആയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു 52 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിരക്ക് നോക്കുകയാണെങ്കിൽ 274.45 അത് നടന്നത് ഈ കഴിഞ്ഞ ആഴ്ച തന്നെയാണ്. പിന്നെ നമ്മുടെ ഷോർട്ട്, മീഡിയം, ലോങ് എല്ലാ മൂവിങ് ആവറേജുകളും ഒരു പോസിറ്റീവ് സിഗ്നലാണ് ഈ ഓഹരിക്ക് നൽകുന്നത്. പിന്നെ ബുക്ക് വാല്യൂ പെർ ഷെയർ നോക്കുകയാണെങ്കിൽ അത് നാൾക്ക് നാൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം ഘടകങ്ങളാണ് പൊതുവെ നമുക്ക് ഈ ഓഹരിയെക്കുറിച്ച് പറയുന്നത്. ഫണ്ടമെൻ്റലായിട്ട് പിന്നീട് എന്താണ് പറയാനുള്ളത്? ആദ്യം തന്നെ വെള്ളിയാഴ്ച പുതിയ 52 വീക്ക് ഹൈ അടിക്കാനുള്ള കാരണം ഒരു കോർപ്പറേറ്റ് ആക്ഷൻ്റെ റെക്കോർഡ് ഡേറ്റ് പറഞ്ഞുകൊണ്ടാണ്. ഒരു ബൈബാക്ക് ഇവർ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്ത് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് പറഞ്ഞുകൊണ്ട് കൂടെയുള്ള ഒരു മൊമെൻറ്റമാണ് അതെന്ന് ഒരു പുതിയ ഹൈ അടിച്ചത്, അല്ലെങ്കിൽ ഹൈ ടച്ച് ചെയ്തത് 274 എന്നുള്ള 52 വീക്ക് ഹൈ ആണ്. പക്ഷേ ആ സ്റ്റോക്കിൻ്റെ ഒരു ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 525. ഇത് കുറേ നാളായിട്ട് അണ്ടർ പെർഫോമിങ് കമ്പനിയായിരുന്നു. ഇനി കമ്പനിയുടെ ചോദ്യത്തിലേക്ക് വന്ന കമ്പനിയുടെ ഇൻട്രോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കമ്പനിയുടെ ഒരു പശ്ചാത്തലം ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു FMCG കമ്പനിയാണ്. 70 വർഷത്തിലധികം ഒരു പ്രവർത്തന പാരമ്പര്യമുള്ള കമ്പനിയാണ്. ഇന്ത്യയിലെ പ്രമുഖ വ്യവസായ സംരംഭകരായ ബജാജ് ഗ്രൂപ്പിൽ നിന്നുള്ള അതിൻ്റെ ഒരു പെഡിഗ്രി ഉള്ള ഒരു കമ്പനിയാണ്. പേഴ്സണൽ കെയർ പ്രോഡക്റ്റുകളാണ് ഇവർ വിപണിയിൽ എത്തിക്കുന്നത്. ഹെയർ ഓയിൽ മുതൽ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് വരെ ഉണ്ട്. പക്ഷേ ഇവരുടെ ഒരു സ്ട്രോങ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബജാജ് ആമണ്ട് ഓയിലാണ്. പലരും കണ്ടിട്ടുണ്ടാവും, ബദാം എണ്ണ തലയിൽ തേക്കുന്നത്. അതാണ് തന്നെയാണ് ഇവർക്ക് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു വോളിയം അല്ലെങ്കിൽ ബിസിനസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്. പിന്നെ അതിനുശേഷം ആ ഒരു പ്രോഡക്റ്റിനെ ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള ശ്രമം, അത് 2021 പുതിയ CEO ഒക്കെ വന്നതിന് ശേഷമുള്ള തീരുമാനമാണ്. അതുകൊണ്ട് കമ്പനി ഒരു വളർച്ചയുടെ പാതയിലാണെങ്കിൽ പുതിയൊരു തലത്തിലേക്ക് കുതിക്കാനുള്ളൊരു പാതയിലാണ് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ കഴിഞ്ഞ വർഷമാണ് ഇവർ കോക്കനട്ട് ഓയിലിൻ്റെ മാർക്കറ്റൊക്കെ മനസ്സിലാക്കിയിട്ട് അതിലോട്ട് ആമണ്ട് ബ്രാൻഡിൽ പുതിയ പ്രോഡക്റ്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഹെയർ ഓയിൽ മാർക്കറ്റ് ഏകദേശം 13,000-14,000 ക്രോഡ്സിൻ്റെ ഒരു ഇതുണ്ട്. അതിൽ തന്നെ കോക്കനട്ട് ഓയിലിന് വേണ്ടി 5,000 ക്രോഡ്സിൻ്റെ ഒരു വിപണി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ അതിലോട്ടുള്ള ഒരു പ്രവേശനോട് നോക്കുന്നുണ്ട്. ബദാം ഓയിലിൽ ബജാജിന് തന്നെയാണ് അവരുടെ 60-70% വിപണി വിഹിതം ഉള്ളത്. അപ്പോൾ അത് അടുത്ത സെഗ്മെൻറ്റിലോട്ട് വളരുന്നത് തന്നെ കമ്പനിയുടെ ഒരു വളർച്ചയിലേക്കുള്ള ഒരു താല്പര്യത്തെയും ആ ഒരു സ്ട്രാറ്റജിക്കലായിട്ടുള്ളൊരു ഫോക്കസിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും കമ്പനി വളരുന്നുള്ള രീതിയിൽ. പിന്നെ ഇവരുടെ കമ്പനിയെ പറ്റി പറയുകയാണെങ്കിൽ ഇവർക്ക് പ്രധാനമായിട്ടും 3 മാനുഫാക്ചറിങ് പ്ലാന്റുകളുണ്ട്. അത് ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ആസാമിലാണ്. പിന്നെ അത് ഔട്ട്സോഴ്സ് ചെയ്തൊരു 9 പ്ലാന്റുകളുണ്ട്. പിന്നെ 20 ഒരു വെയർ ഹൗസുകളുണ്ട്. പിന്നെ ഇവരെ ഒരു സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റുന്ന വെച്ചാൽ ഇവരുടെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇവർക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. 2000-ലധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. ഏകദേശം 43 ലക്ഷത്തിലധികം റീറ്റെയിൽ ഷോപ്പുകൾ, ഔട്ട്ലെറ്റുകളിൽ ഈ പ്രോഡക്റ്റ് എത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രസൻസ് ഉണ്ട് നാഷണൽ വൈഡായിട്ട് തന്നെ. പിന്നെ ഇതിൻ്റെ അതൊരു പറയുകയാണെങ്കിൽ ഇപ്പം കോമേഴ്സിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് ഇവർ ആ രീതിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഫിനാൻഷ്യൽ 23 കണക്ക് നോക്കുമ്പോൾ ടോട്ടൽ റവന്യൂവിൻ്റെ ഒരു 21% കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് കോമേഴ്സ് വഴി വന്നിട്ടുള്ള റവന്യൂ ആണ്. ഇനി ഈ സ്റ്റോക്കിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 270 നിലവാരങ്ങളിലാണ് ഇപ്പം സ്റ്റോക്ക് ട്രേഡ് ചെയ്യപ്പെടുന്നത്. 274 ആണ് അതിൻ്റെ ഒരു 52 വീക്ക് ഹൈ. ഓൾ ടൈം ഹൈ 525. പിന്നെ 156 ഒരു അതിൻ്റെ ലോ. ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് ആളിങ്ങനെ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് ഈ ബൈബാക്ക് കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു മൊമെൻ്റ് ഉണ്ട്. പിന്നെ മൊത്തത്തിൽ FMCG സെക്ടറിന് പ്രത്യേകിച്ച് ഈ റിസൾട്ട് ലോക്സഭ ഇലക്ഷൻ റിസൾട്ടിന് ശേഷവും ഒരു FMCG സെക്ടറിന് പോസിറ്റീവ് ട്രെൻഡ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഈ മൺസൂണിൻ്റെ ഫോർകാസ്റ്റുകളൊക്കെ എബോവ് നോർമൽ ആണെന്ന് വന്നതിന് ശേഷം ഈ മൺസൂണായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളാണ് FMCG. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് ട്രെൻഡ് ഒരു പശ്ചാത്തലമുണ്ട്. പിന്നെ ഇതിൻ്റെ നമ്മളൊരു ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് എൻ്റെ PE റേഷ്യോ, പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഒക്കെ ഒരു ഇൻഡസ്ട്രിയുടെ PEയുടെ ലെവലിന് താഴെയാണ് ചെയ്യുന്നത്. പിന്നെ റെഗുലറായിട്ട് ഡിവിഡൻഡ് പേയിങ് സ്റ്റോക്കാണ്. ഈൽഡ് 1.11% ഉണ്ട്. അത്ര മോശം എന്ന് പറയാൻ കഴിയില്ല. ബുക്ക് വാല്യൂ കഴിഞ്ഞ 3 വർഷമായിട്ട് അപ്പ് ചെയ്യുന്നതായിട്ടാണ് നേരത്തെ സാർ സൂചിപ്പിച്ചത്. പിന്നെ ഒരു FMCG സെക്ടറിൻ്റെ മൊത്തത്തിൽ ഇത് കിട്ടുന്നുണ്ട്. പിന്നെ പൈട്രോസ്കി സ്കോർ എന്ന് പറയും, നമ്മളൊരു കമ്പനിയുടെ ഒരു ഫിനാൻഷ്യൽ സ്ട്രെങ്ത് അളക്കാൻ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. അത് 6 ആണ്. അപ്പം അതിന് ഇമ്പ്രൂവ് ചെയ്യുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പുതിയ പ്രോഡക്റ്റുകളിലേക്കും പിന്നെ ആമണ്ട് ഓയിലിൻ്റെ അല്ലാതെയുള്ള സെക്ടറിലേക്ക് പുതിയ പ്രോഡക്റ്റുകളൊക്കെ ലോഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് നമുക്ക് വളരെയൊന്നും പ്രതീക്ഷിക്കാം. കഴിഞ്ഞ 3 വർഷത്തെ പെർഫോമൻസ് നമുക്ക് റവന്യൂവിൽ ചെറിയ ചെറിയ വർധനകളൊക്കെ പറയാൻ പറ്റും. പക്ഷേ
പ്രോഫിറ്റിലും അതെ, ഒരു ചെറിയ നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ സെയിൽസ് ഗ്രോത്ത് റേറ്റ് വളരെ ശോകമാണ്. ഇതാണ് ഒരു ചെറിയ നെഗറ്റീവ്. അതെ. പക്ഷേ അത് പുതിയ CEO ഞാൻ പറഞ്ഞു 2021 ശേഷം ഈ ആൽമണ്ട് ഓയിൽ മാത്രം അല്ലാതെ പുതിയ പ്രോഡക്റ്റുകളിലേക്ക് അവർ ശ്രമിക്കുന്നുണ്ട്. അതൊരു പോസിറ്റീവ്, അതിൻ്റെ ഇത് വരും. പിന്നെ റവന്യൂ കൂടുന്നുണ്ട്. കാര്യം അവർ ലിമിറ്റഡ് ആ ഒരു സെഗ്മെൻറ്റിൽ മാത്രം നിന്നുകൊണ്ടാണ്. ഇപ്പം കോക്കനട്ട് ഓയിലിൽ പുതിയ പ്രോഡക്റ്റുകളൊക്കെ വന്നതിൻ്റെ ഇത് വരും. പിന്നെ ഈ റവന്യൂ മാർജിനലായിട്ട് കൂടുമ്പോഴും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റും കുറവുള്ള 2 കാരണമാണ് ഞാൻ നോക്കിയെന്ന് മനസ്സിലായത്. ഒന്ന്, റോ മെറ്റീരിയൽ കോസ്റ്റ് വർധനയുണ്ട്. സെക്കൻഡ്ലി എന്ന് പറഞ്ഞാൽ ഇവർ അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് വളരെയധികം പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയ പ്രോഡക്റ്റ് വരും, സ്വാഭാവികമായിട്ട് പരിചയപ്പെടുത്തൽ വേണം. അപ്പോൾ ആ രണ്ടിൻ്റെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഈൽഡ് അല്ലെങ്കിൽ റിസൾട്ട് കിട്ടാൻ പോകുന്ന ഇനി വരാൻ പോകുന്ന സമയങ്ങളിലേക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ പോസിറ്റീവായിട്ട് കാണാം നിലവിൽ. അപ്പോൾ അതായത് അതിൻ്റെ ഒരു ബാഡ് ടൈം കഴിഞ്ഞു എന്ന് വേണം നമുക്ക് പറയാൻ കഴിയും. നമ്മൾ ചുരുക്കി പറയുന്ന ക്വാളിറ്റിയുള്ള സ്റ്റോക്കാണ്. അതിൻ്റെ ബാക്കിയുള്ള ഫ്യൂച്ചർ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയും. പിന്നെ അതിനോടൊപ്പം തന്നെ ഈ കോർപ്പറേറ്റ് ആക്ഷൻ ബൈബാക്ക് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രൈസ് 290 രൂപയിലാണ് ഓരോ ഓഹരി തിരിച്ചു വാങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ അത് പോസിറ്റീവുള്ള ടെൻഡർ റൂട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈവശമുള്ള ജൂലൈ 2 അവർ റെക്കോർഡ് ഡേറ്റ് പ്രഖ്യാപിച്ചത്, കഴിഞ്ഞ ദിവസമായിരുന്നു. അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു ഈ നിക്ഷേപ ശ്രദ്ധ കിട്ടിയതുകൊണ്ട് വെള്ളിയാഴ്ച 4% ഉയർന്ന് പുതിയ 52 വീക്ക് ഹൈയിലോട്ടൊക്കെ ആ സ്റ്റോക്ക് എത്തിയത്. അപ്പം ഈ ടെൻഡർ റൂട്ട് ആയതുകൊണ്ട് തന്നെ ഒരു അക്സെപ്റ്റൻസ് റേഷ്യോ ഇനി അവരെ അത് ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെ കയ്യിലുള്ള ഇന്നൊരു നിശ്ചിത ശതമാനം തിരിച്ചു വാങ്ങും എന്നുള്ളൊരു ഉറപ്പാകും ഈ ടെൻഡർ റൂട്ട് ആയതുകൊണ്ട് തന്നെ. ഒരു നിക്ഷേപനെ സംബന്ധിച്ച് പൈസ ഒരു റിവാർഡ് നല്ല രീതിയിൽ കിട്ടുന്നൊരു സംഭവം കൂടിയാണ് ബൈബാക്ക്. പിന്നെ അത് മാത്രമല്ല, ഇത്രയും ഷെയറുകൾ പബ്ലിക്കിൽ നിന്ന് കുറയുമ്പോൾ തന്നെ അതിൻ്റെതായിട്ടൊരു വാല്യൂ അപ്രിസിയേഷൻ വരും. ഒരു ഡിമാൻഡ് സപ്ലൈയുടെ ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ട്. മൊത്തത്തിൽ കുഴപ്പമില്ലാത്തൊരു കമ്പനി തന്നെയാണ്. ഓക്കെ, ബജാജ് കൺസ്യൂമർ ലിമിറ്റഡിനെ കുറിച്ച് ടെക്നിക്കലായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ശിവദേവ് പറയട്ടെ. നമ്മളിന്ന് ബജാജ് കൺസ്യൂമർ കെയർ എന്ന സ്റ്റോക്കിൻ്റെ ചാർട്ടാണ് ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഇത് ട്രേഡിംഗ് വ്യൂവിൽ ഡെയിലി ടൈം ഫ്രെയിമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ആദ്യം ജനറലായിട്ടൊന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്? ഇവിടെ ഒരു അപ് ട്രെൻഡ് മൂവ്മെൻറ്റിലേക്ക് പോയ സ്റ്റോക്കാണ് ജനറലായിട്ട് നമ്മൾ നോക്കുന്നുള്ളൂ. ഇപ്പോൾ തുടക്കത്തിൽ ഇത് ജസ്റ്റ് ഒരു ഐഡിയ ലഭിക്കാൻ വേണ്ടി മാത്രമാണ്. ഒരു അപ് ട്രെൻഡ് മൂവ്മെൻറ്റിലേക്ക് പോയി അതിനുശേഷം സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ ലെവലിലേക്ക് പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വളരെ നാളുകളായിട്ട് കൺസോൾട്ടേഷനിൽ കിടന്ന ഒരു സ്റ്റോക്കാണിത്. അപ്പോൾ നമുക്കതിൻ്റെ ലെവൽസ് ഒന്ന് നോക്കാം, എങ്ങനെയാണ് വർക്ക് ചെയ്തത് എന്നുള്ളത്. ഈ ഒരു ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു ലെവൽസിൽ നിന്ന് നമുക്ക് കൺസോൾട്ടേഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ലെവലിൽ സ്റ്റോക്ക് ഏകദേശം കൺസോൾട്ടേഷൻ വന്ന ഡേറ്റ് സെപ്റ്റംബറാണ്. സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിൽ കൺസോൾട്ടേഷനിലേക്ക് വന്നു. അതിനുശേഷം ആ ഒരു റേഞ്ചിൽ തന്നെയാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്നൊരു ബ്രേക്കൗട്ട് കിട്ടിയിട്ടില്ല നാളുകളായിട്ട്. ഇപ്പോഴാണ് നിലവിലാണ് ഒരു ബ്രേക്കൗട്ടിലേക്ക് സ്റ്റോക്ക് എത്തിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഒരു കൃത്യമായിട്ട് നമുക്കൊരു വോളിയത്തിൻ്റെ പിന്തുണ കാണാം സ്റ്റോക്കിൽ. ഇവിടെ ഈ ഒരു ക്യാൻഡിലൊക്കെ നല്ല വോളിയുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒരു ക്യാൻഡിൽസ് എല്ലാം തന്നെ ശരാശരിയിൽ അധികം വോളിയത്തോ, അതിന് മുമ്പൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം വോളിയം വളരെ കുറവായിരുന്നു. ഇപ്പോൾ ബ്രേക്കൗട്ട് കിട്ടിയതിന് ശേഷം തുടർന്നുള്ള ദിവസങ്ങളിലും ശരാശരിയിൽ അധികം വോളിയത്തിൻ്റെ സപ്പോർട്ട് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് നമുക്ക് ഫീൽ ചെയ്യും. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ലെവൽസ് മാർക്ക് ചെയ്തിട്ട് വേണം. കണ്ടോ, കൃത്യമായിട്ട് ആ ഒരു ലെവലിലാണ് സ്റ്റോക്ക് റെസിസ്റ്റൻസ് ഹിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ചെറിയ സോൺ ഒരു 269 രൂപ മുതൽ 274 രൂപ വരെയുള്ള സോണിൽ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ നിന്ന് ഒരു ശക്തമായ വോളിയത്തിൻ്റെ പിന്തുണയോടെ ക്യാൻഡിൽ ഫോം ചെയ്തെങ്കിൽ മാത്രമേ ആ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഈ ലെവൽസ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒരു ബ്രേക്കൗട്ട് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഒന്ന് പുൾ ബാക്ക് ചെയ്തതിന് ശേഷമായിരിക്കണം സ്റ്റോക്ക് കയറി പോകുന്നത്. അപ്പോൾ നമുക്ക് ഫിബ് ലെവൽസും കൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് എന്നുള്ളത്. അതിനുശേഷം നമുക്ക് വീക്ക്ലി ലെവൽസ് നോക്കാവുന്നതാണ്. ഇപ്പോൾ റേഞ്ച് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ലോസ് ആയിട്ട് ഫിബ് നോക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഒരു ലെവൽസ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. നോക്കുകയാണെങ്കിൽ ഒരു 0.236 ലെവലിൽ നിന്നാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഇതിന് മുമ്പ് ആ റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ സ്റ്റോക്ക് താഴെ പോയത് നമുക്കിവിടെ കാണാം. ഡേറ്റ് നോക്കുകയാണെങ്കിൽ മെയ് മാസം 8-ാം തീയതി കൃത്യമായിട്ട് ആ ഒരു ലെവലിൽ കയറാൻ നോക്കി, പറ്റിയില്ല, വീണ്ടും താഴേക്ക് വന്നു. ഇപ്പോൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽസ് വെച്ചിട്ട് കയറാനുള്ള ശ്രമമാണ് സ്റ്റോക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതേ സ്റ്റോക്ക് തന്നെ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് മനസ്സിലാക്കാം. കുറച്ചും കൂടെ നമുക്ക് റെസിസ്റ്റൻസ് ലെവലിനെ സംബന്ധിച്ച് ധാരണ കിട്ടും. പ്രത്യേകിച്ച് സ്വിംഗ് ട്രേഡൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വീക്ക്ലി ടൈം ഫ്രെയിമിന് കുറച്ചും കൂടെ പ്രാധാന്യം കൊടുക്കാം.
ഇപ്പോൾ നമുക്ക് വോളിയം തൽക്കാലം ഒന്ന് ഓഫാക്കാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ട്രെൻഡ് ലൈൻ ബേസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഇവിടെ നിന്ന് കൃത്യമായിട്ട് ഒരു ബ്രേക്ക് ഔട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, ഒരു മിനിറ്റ്. നമ്മൾ ലെവൽസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലെവല് ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കായിരുന്നു അത്. അതിന് ശേഷം നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ടും ഇവിടെ ഒരു ഹയർ ലോ ഫോം ചെയ്തു, ഹയർ ലോ ഫോം ചെയ്തു, ഹയർ ലോ ഫോം ചെയ്തു. അങ്ങനെ സ്റ്റോക്ക് ഒരു ബുള്ളിഷ് മൊമെൻറ്റത്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഡിമാൻഡ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിനർത്ഥം. നമ്മൾ നേരത്തെ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കിയതുപോലെ തന്നെ ഇവിടെ നമ്മൾ പ്രീവിയസ് ലെവൽസ് മാർക്ക് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. കാരണം സ്റ്റോക്ക് മുകളിലേക്ക് പോകുമ്പോൾ പ്രീവിയസ് ലെവലിലുള്ള സപ്ലൈ സോണുകളിൽ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇവിടെയൊക്കെ ശക്തമായ സപ്ലൈ സോൺസ് ആണ്. ഇവിടെ നിന്നാണ് സ്റ്റോക്ക് ഒരു വളരെയധികം താഴേക്ക് പോയ ലെവൽ. അതുകൊണ്ട് ഒരു 305 ലെവലൊക്കെ നമ്മൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കണം. അതിന് മുമ്പുള്ള ലെവൽ നോക്കിയാലും സപ്ലൈ നടന്ന ഏരിയ ആണിതെന്ന് കാണാം. ഇവിടെ നിന്നൊക്കെ സ്ട്രോങ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടാണ് സ്റ്റോക്ക് താഴേക്ക് പോയത്. അതിന് മുമ്പ് അവിടെ ഒരു സപ്പോർട്ട് എടുക്കാൻ നോക്കിയിരുന്നു. അപ്പോൾ ഈ ലെവൽ പ്രധാനമാണ്. വീണ്ടും സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്ന അനുസരിച്ച് നമ്മൾ പ്രീവിയസ് ലെവലിലുള്ള ലെവൽസ്, റെസിസ്റ്റൻസ് ലെവൽസ് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവർ വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യാം. നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ തന്നെ EMAയുടെ ലെവലും കൂടി ഒന്ന് നോക്കാം. ഡ്രോയിങ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് EMA ലെവൽസും കൂടെ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു സപ്പോർട്ട് ലെവൽസ് കുറച്ചും കൂടെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മളിവിടെ ഒരു EMA 20 ലെവൽസ് നോക്കുകയാണെങ്കിൽ 20, 10 രണ്ട് ഷോർട്ട് ടൈം ആയിട്ടുള്ള മൂവിങ് ആവറേജ് ആണ്. ഇവിടെ നമുക്കൊരു ഗോൾഡൻ ക്രോസ് ഓവർ കാണാൻ സാധിക്കും. 10 20 ക്രോസ് ചെയ്ത് പോയത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതൊരു ഗോൾഡൻ ക്രോസ് ഓവർ ആണ്. അവിടെ നിന്നുള്ളൊരു മൊമെൻറ്റത്തിലാണ് സ്റ്റോക്ക് കയറുന്നത്. ഇപ്പോഴും EMA 10 ലെവലിൽ നിന്നാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കാൻ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ലെവൽസും കൂടെ നോക്കുക. EMA മാത്രമല്ല, എപ്പോഴും നമ്മൾ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ, അതേപോലെ വോളിയം സപ്പോർട്ട് മുതലായ ഘടകങ്ങളും കൂടെ പരിഗണിച്ച് മാത്രം ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ ഓഹരി IDFC ലിമിറ്റഡ് ആണ്. IDFC ലിമിറ്റഡ് എന്ന് നമ്മൾ പ്രത്യേകം പറയണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ വേറൊരു ഓഹരി കൂടി കാണും, IDFC ലിമിറ്റഡ് ഫസ്റ്റ് ബാങ്ക് ഓർ സംതിങ്, അത് കാണും. അതുകൊണ്ട് IDFC ലിമിറ്റഡ് എന്ന് പ്രത്യേകം പറയുന്നു. ഇതിൻ്റെ 52 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന വില എന്ന് പറയുന്നത് 137 രൂപയാണ്. ഇപ്പോൾ വെള്ളിയാഴ്ച നോക്കുകയാണെങ്കിൽ 122 രൂപ 96 പൈസയ്ക്കാണ് ക്ലോസ് ആയിരിക്കുന്നത്. ഇതിന് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രോഫിറ്റ് റേഷ്യോ ആണ്. കഴിഞ്ഞ 3 വർഷത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് റേഷ്യോ, മികച്ച പ്രോഫിറ്റ് റേഷ്യോ ആണ് സ്റ്റോക്കിനുള്ളത്. ഈ ഘടകങ്ങളൊക്കെ പരിഗണിക്കാൻ നേരത്തെ നമ്മൾ പറഞ്ഞ ലോങ്, ഷോർട്ട്, മീഡിയം കാര്യങ്ങളും ഇതിന് ബാധകമാണ്. ഈ സ്റ്റോക്കിനെ കുറിച്ച് എന്താണ് പിന്നീട് പറയാൻ? ആദ്യം ചോദ്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇനി പേര് അധികം തെറ്റി പറഞ്ഞാലും കുഴപ്പമില്ല. കാര്യം മെർജർ അവർക്ക് ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. റിവേഴ്സ് മെർജറാണ്. ഇപ്പോൾ HDFC ബാങ്കിൻ്റെ HDFC പോലെ തന്നെ പേരൻറ്റ് കമ്പനി സബ്സിഡറി കമ്പനിയിലോട്ട് ലയിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ജൂലൈ സമയത്ത് അനൗൺസ് ചെയ്ത് ഡിസംബർ സമയത്ത് റിസർവ് ബാങ്കിൻ്റെ അപ്രൂവൽ കിട്ടി. ഇപ്പോൾ ഈ കഴിഞ്ഞ മെയിൽ റീസെൻ്റ്ലി ഷെയർ ഹോൾഡേഴ്സ് ഇവർ പ്രധാനമായിട്ടും ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് ആണ് സെൽ ചെയ്യുന്നത്. അതെ, ഇത് ഇപ്പം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ചെയ്യുന്നത് നമുക്ക് കിഫ്ബി ആയിട്ട് നമുക്കിത് ബന്ധപ്പെടുത്തി പറയാൻ പറ്റും. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് എന്ന് പറയുന്നതിലൊരു ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണിത്. അതിൻ്റെ ലാർജർ പെർസ്പെക്റ്റീവിലുള്ള, അതായത് പ്രത്യേക ഉദ്ദേശത്തോടെ ഒരു നോൺ കൊമേഴ്ഷ്യൽ ബേസിൽ എക്കണോമിക് പ്രോജക്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട്, അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു പൈസ അല്ലെങ്കിൽ ധനസഹായം സ്വരൂപിക്കുന്ന ഒരു കമ്പനിയാണിത്. അപ്പം ഇതിൻ്റെ ഒരു പക്ഷേ എനിക്ക് ആദ്യം പറയുന്നത് ചെറിയൊരു വിയോജിപ്പുള്ളത്, കഴിഞ്ഞൊരു 10 വർഷത്തിൽ നോക്കുമ്പോൾ അണ്ടർ പെർഫോമിങ് കമ്പനിയാണ്. NPA കാര്യങ്ങൾ കൂടുതലൊക്കെ എൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ സമയങ്ങളിൽ ഇച്ചിരി ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. അതായിരിക്കും സാർ സൂചിപ്പിച്ചത്. അപ്പം എന്തായാലും നിലവിൽ കുഴപ്പമില്ല. പിന്നെ ഈ മെർജർ സംഭവിക്കുകയാണെങ്കിൽ സ്റ്റോക്കിനെ സംബന്ധിച്ച് വളരെ ഗുണകരമായൊരു കാര്യമാണ്. കാര്യം കോർപ്പറേറ്റ് സ്ട്രക്ചർ വളരെ സിംപ്ലിഫൈ ചെയ്യുന്നതുകൊണ്ട് ഒരു ഓപ്പറേഷണൽ അവർക്കൊരു എഫിഷ്യൻസി വരും, റെഗുലേറ്ററി എഫിഷ്യൻസി വരും, പിന്നെ ഒരു സ്ട്രാറ്റജിക് ഫോക്കസും കിട്ടുന്നുണ്ടെങ്കിൽ കമ്പനിക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ കഴിയും. എന്തുകൊണ്ടായിരിക്കും ഈ പ്രൊമോട്ടർ പ്ലഡ്ജ് ഡിക്രീസ് ആവുകയും FIPയും FIIയും കൂടുതൽ താല്പര്യം ഈ സ്റ്റോക്കിൽ കാണിക്കുകയും ചെയ്യുന്നത്? അതൊന്ന് ഈ മെർജർ വന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ അതൊരു പൊട്ടൻഷ്യൽ വന്നിട്ടുണ്ട്. സ്വാപ്പ് റേഷ്യോ പ്രകാരം നോക്കുമ്പോഴും ഒരു IDFCക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടുന്ന രീതിയിലാണ് വന്നത്. കാര്യം 100 IDFC കയ്യിലിരിക്കുന്നവർക്ക് 155 IDFC ഫസ്റ്റ് ബാങ്ക് എന്നുള്ള രീതിയിലാണ് ആ ഒരു മെർജർ റേഷ്യോ പറഞ്ഞിരുന്നത്. പിന്നെ പ്രൊമോട്ടർ പ്ലഡ്ജ് കുറയാന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ടുള്ള ഘടകമാണ്. ഇത് ഓർക്കണം, 97ലാണ് ഈ സ്റ്റോക്ക് സ്ഥാപിതമാകുന്നത്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മുൻകൈ എടുത്ത് 100% ഇക്വിറ്റിയിൽ തുടങ്ങിയ കമ്പനിയാണ്. 2005 ഇത് IPO തുടങ്ങിയതിന് ശേഷമാണ് ആ 100%ത്തിൽ നിന്ന് ഗവൺമെൻറ് ഓഹരി വീതം 34%, 35%ലേക്ക് താഴുന്നത്. പിന്നെ അത് IDFC ഫസ്റ്റ് ബാങ്കുമായിട്ടും ലയിച്ച സമയത്തും കുറച്ച് അതിൻ്റെ ഒരു സ്റ്റേക്ക് ഡൈലൂഷൻ നടന്നിട്ടുണ്ട്. നിലവിൽ 16%-ഓളമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് അതൊരു സ്റ്റേക്ക് ഉള്ളത്. അപ്പം
ഇപ്പം ഈ മെർജറിന് ശേഷം വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നോൺ പ്രൊമോട്ടർ കമ്പനിയായിട്ട് മാറും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ഡൈവേഴ്സിഫൈഡ് ലാർജ് പ്രൈവറ്റ് ബാങ്കിൻ്റെ ഒരു നിലവാരത്തിലേക്ക് ഇത് മാറും. അപ്പം പിന്നെയെന്ന് പറയുമ്പോൾ RBIയുടെ ഒരു കീഴിൽ വർക്ക് ചെയ്യുന്നിട്ടുള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വളരെ സ്ട്രക്ചേർഡായിട്ട് മുന്നോട്ട് പോകുന്നൊരു സെക്ടറാണ് ഇന്ത്യയിലെ ബാങ്കിങ് സെക്ടർ എന്ന് പറയുന്നത്. ഇപ്പം ISROനെയൊക്കെ പലരും പ്രകീർത്തിക്കുന്നുണ്ടെങ്കിൽ RBI അതിനേക്കാളേറെ പണിയെടുക്കുന്നുണ്ടെന്നാണ് ഒരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം. അതിനുള്ളൊരു അപ്രീസിയേഷൻ RBI കിട്ടിയിട്ടുണ്ടെന്ന് അറിയത്തില്ല. എന്നിരുന്നാലും കമ്പനിയുടെ ഒരു കഴിഞ്ഞൊരു 10 വർഷത്തിൽ നോക്കുമ്പോൾ ഒരു അണ്ടർ പെർഫോമറാണ്. ഈ മെർജറിലൂടെ വരാൻ പോകുന്നൊരു നേട്ടം എന്തായാലും ഈ ഓഹരി ഉടമകൾക്ക് ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഓഹരിയെക്കുറിച്ചുള്ള സാങ്കേതിക കാര്യങ്ങൾ ശിവദേവ് സംസാരിക്കും. ഇവിടെ നമ്മുടെ രണ്ടാമത്തെ സ്റ്റോക്കാണ് IDFC. ഇവിടെ നമുക്ക് ആദ്യം നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ജനറൽ ഒബ്സർവേഷൻ നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ ഒന്ന് സ്റ്റോക്ക് കൃത്യമായിട്ട് കയറിപ്പോയി നമുക്ക് കാണാം. വളരെ വലിയൊരു മൂവ്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പ്രീവിയസ് ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നും വളരെ സ്റ്റീപ്പായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കൊടുത്തതിന് ശേഷം വീണ്ടും കൺസോൾട്ടേഷനിലേക്ക് പോയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ലെവൽ മുതൽ സ്റ്റോക്ക് കൺസോൾട്ടേഷനിലേക്ക് പോയതായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് ലെവൽസ് നോക്കാം. ആദ്യം ഒരു ജനറൽ ഒബ്സർവേഷൻ മാത്രമാണ് പറയുന്നത്. ഇപ്പോൾ ആ കൺസോൾട്ടേഷൻ ലെവലിൽ നിന്നും ബ്രേക്ക് ഔട്ട് എടുത്ത് മുകളിലേക്ക് പോകാനാണ് സ്റ്റോക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ലെവൽസ് നോക്കാം. അത് ട്രേഡിംഗ് വ്യൂവിൽ ഡെയിലി ടൈം ഫ്രെയിമാണ് നമ്മൾ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഇവിടെ ഇതൊരു റേഞ്ചായിട്ട് നമുക്ക് ഷോർട്ട് ടൈം ആദ്യം ഒന്ന് നോക്കാം. ഈ ഒരു ലെവൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇതൊരു റെസിസ്റ്റൻസ് സോണായിരുന്നു. ഈ ഒരു സോണ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം ആദ്യം. ഈ ഒരു ലെവൽസ് കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സപ്ലൈ സോണായിരുന്നു. അവിടെ നിന്ന് കൃത്യമായിട്ട് വലിയൊരു ക്യാൻഡിലിൻ്റെ ബ്രേക്ക് ഔട്ടാണ് കഴിഞ്ഞ ദിവസം ലഭിച്ചത്. ഈ ഒരു ലെവല് മികച്ച വോളിയം ഉണ്ടായിരുന്നു. നമ്മൾ നോക്കിയാൽ കാണാം 18-ാം തീയതി ജൂൺ 18-ാം തീയതിയുള്ള ക്യാൻഡിൽ. പിന്നെ അതിന് ശേഷം ഒരു പുൾ ബാക്ക് ലെവലിലേക്ക് സ്റ്റോക്ക് വരുന്നതായിട്ടാണ് നമുക്ക് ഒബ്സർവേഷനിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നമുക്ക് മറ്റു രീതികളിലും കൂടെ ഇതൊന്ന് അനലൈസ് ചെയ്യാൻ നോക്കാം, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് നടന്നിരിക്കുന്നത് എന്നുള്ളത്. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ നമുക്കൊരു ട്രെൻഡ് ലൈൻ ബേസ് ചെയ്ത് നമുക്ക് നോക്കാം. ഡെയിലി ടൈം ഫ്രെയിമാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഒരു ബ്രേക്ക് ഔട്ട് അവിടെ നമുക്കൊരു ട്രയാങ്കിൾ ലെവൽ ബ്രേക്ക് ഔട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ലെവൽസ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി സാധിക്കും. ഇതൊരു സോണാണ്. ഈ ഒരു സോണിൽ നിന്നുള്ള ഒരു ബ്രേക്ക് ഔട്ട് കൃത്യമായിട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഫിബ് ലെവൽസും കൂടെ ഒന്ന് നോക്കാം, എങ്ങനെയാണ് സ്റ്റോക്ക് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. വോളിയം തൽക്കാലം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഫിബ് ലെവൽസ് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഈ ഒരു ഡേ ടൈം ഫ്രെയിമിലാണ് നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത്. ഷോർട്ടായിട്ടുള്ള ഒരു ഡ്യൂറേഷനിലുള്ള ഒരു ഫിബ് ലെവൽ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. കൃത്യമായിട്ട് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ആ ലെവൽസിനെ സ്റ്റോക്ക് റെസ്പെക്റ്റ് ചെയ്യുന്നത് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ 0.5 ബ്രേക്ക് ഔട്ട്, നല്ലൊരു ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് കൊടുത്തു. വോളിയം കൂടെ ഒന്ന് ഓൺ ചെയ്യാം. ഇവിടെ മികച്ച വോളിയത്തോടു കൂടി ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം 0.236 ബ്രേക്ക് ചെയ്യാൻ നോക്കി, പക്ഷേ അതൊരു പുൾ ബാക്കിലേക്ക് പോയി. വീണ്ടും ആ ഒരു ലെവല് ചെറിയ ചെറിയ ക്യാൻഡിൽ കൊണ്ട് തന്നെ മുകളിലേക്ക് എത്തി. കൃത്യമായിട്ട് ഫിബ് ലെവലിൽ അവിടെ റെസിസ്റ്റൻസ് ഹിറ്റ് ചെയ്ത് നമുക്ക് കാണാം. അതിനുശേഷം താഴേക്ക് വന്നു. പിന്നെ ഒരു റേഞ്ചിൽ 3-4 ദിവസം കിടന്നു. വീണ്ടും ആ ഒരു 0.382 എന്ന് പറയുന്ന ലെവൽ, ക്രൂഷ്യൽ ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു. പിന്നെ ആ ഒരു ഫിബ് ലെവലിൽ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഒരു ബിൽഡപ്പ് നടക്കുന്നത് കാണാം. അവിടെ നിന്ന് താഴേക്ക് ഒരു സെല്ലിങ് നടന്നു. എനിക്ക് തോന്നുന്നു അത് ജൂൺ 4-ാം തീയതി ക്യാൻഡിലാണ്. അപ്പോൾ അത് പൊതുവേ നമ്മളെല്ലാ സ്റ്റോക്കുകളിലും അങ്ങനെ ഒരു ക്യാൻഡിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിന് നമ്മൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു ക്യാൻഡിലാണ്. അതിനുശേഷം വീണ്ടും സ്റ്റോക്ക് വീണ്ടും ബിൽഡപ്പ് നടത്തി തിരിച്ച് കയറി കൃത്യമായിട്ട് ഫിബ് ലെവലിൽ തന്നെ റെസിസ്റ്റൻസ് ഹിറ്റ് ചെയ്യുന്നത് നമുക്ക് വളരെ വരച്ചിട്ട രീതിയിൽ തന്നെ സ്റ്റോക്കിൻ്റെ ഒരു മൂവ്മെൻറ്റ് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം റെസിസ്റ്റൻസ് ആണ്. നമ്മൾ ഇനി ട്രേഡ് ചെയ്യുമ്പോൾ നോക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ഏരിയയിൽ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തിട്ടാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ ഒരു കഴിഞ്ഞ ദിവസത്തെ ക്യാൻഡിൽ, ഇന്നലത്തെ ക്യാൻഡിൽ മികച്ചൊരു ക്യാൻഡിലായിരുന്നു, വലിപ്പമുള്ള ക്യാൻഡിലാണ്. അത് റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ചെറിയൊരു സോണുണ്ട് ഇവിടെ. അവിടെ ക്യാൻഡിൽ കയറാൻ നോക്കിയിട്ട് നടക്കാൻ പറ്റാതെ വീണ്ടും സപ്ലൈ നടന്നൊരു സോണാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 125 ലെവൽസ് നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ ഈ ക്യാൻഡിലിൻ്റെ ഒരു ഹയർ ലെവൽ നമ്മൾ നോക്കണം. ഈ ക്യാൻഡിലിൻ്റെ ഹയർ ലെവലിൽ കൃത്യമായിട്ട് സെല്ലിങ് നടന്നിട്ടുണ്ട്. ഒരു 128 രൂപ ലെവലിൽ. ആ ഒരു റേഞ്ച് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇത് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അതൊരു സപ്ലൈ സോണാണ്. നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അറിയാം. കണ്ടോ, ഇങ്ങോട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സപ്ലൈ സോൺ ഇവിടെ വളരെ സ്ട്രോങ് ആണ്. സ്റ്റോക്കിനെ കയറാൻ സമ്മതിക്കാതെ
ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിലൊക്കെ നമുക്ക് കാണാം. ഇങ്ങോട്ടേക്കൊക്കെ നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാം. അത് നമ്മൾ പോകെ സ്റ്റോക്ക് കയറി പോകുന്ന അനുസരിച്ച് നമ്മൾ സപ്ലൈ സോൺസ് നോക്കണം. ഇവിടെയൊക്കെ ഹിറ്റ് ചെയ്യുന്നുണ്ട് കണ്ടോ. ഒരു തവണ വന്നു, വീണ്ടും കയറാൻ നോക്കി, സ്വിങ് ലെവൽ വന്ന് ഹിറ്റ് കിട്ടി താഴേക്ക് പോകുന്ന ലെവലാണ്. ഇവിടെയും വന്നു, കയറാൻ പറ്റിയില്ല. അപ്പോൾ ആ ലെവലിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഒരു കോഷൻ അവിടെ തീർച്ചയായിട്ടും ഉണ്ടാവണം. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ ഇതേ സ്റ്റോക്ക് തന്നെ നമുക്കൊന്ന് EMI ഇട്ട് നോക്കാം. EMI ലെവൽ സപ്പോർട്ട് എങ്ങനെയാണ്. EMI 10 ലെവലിൽ നിന്ന് താഴെ പോയിരുന്നു സ്റ്റോക്ക് 4-ാം തീയതി ജൂൺ 4. അതിനുശേഷം അവിടെ നിന്ന് തന്നെ സപ്പോർട്ട് എടുത്തു, കയറുന്നതായിട്ട് കാണാം. EMI 20 ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു ഗോൾഡൻ ക്രോസ് ഓവർ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചൊന്ന് നോക്കുകയാണെങ്കിൽ കാണാം. ഇവിടെ കൃത്യമായിട്ട് ഈ ലെവലിൽ ഒരു ക്രോസ് ഓവർ കിട്ടി. അതിൻ്റെ തൊട്ടടുത്ത ദിവസം സ്റ്റോക്ക് വളരെ നല്ലൊരു റിട്ടേൺ കൊടുത്തു. വീണ്ടും ചെറിയൊരു സെല്ലിങ് നടന്നെങ്കിലും താഴെ ക്യാൻഡിൽ റിജക്ഷൻ വന്നു, ബൈയിങ് ഇൻട്രസ്റ്റ് ഫോം ചെയ്തു. അതിൻ്റെ അടുത്ത ക്യാൻഡിലും ഈ പറഞ്ഞ പോലെ മികച്ചൊരു ക്യാൻഡിലാണ്. അവിടെയും ചെറിയ രീതിയിലൊരു സെല്ലിങ്ങിലേക്ക് വന്നെങ്കിലും അവിടെയും റിജക്ഷൻ കൊടുത്തു, സ്റ്റോക്ക് മുകളിലേക്ക് പോയി. ഇന്ന് ഓൾമോസ്റ്റ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ നടന്നിരുന്നു മാർക്കറ്റിൽ വീക്കെൻഡിൽ. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു ഡോജി ലൈക്ക് ക്യാൻഡിലാണ്, ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ഫ്രൈഡേയിൽ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ പൊതുവെ EMI ലെവലിൽ നിന്ന് സ്റ്റോക്ക് മുകളിലേക്ക് പോകുമ്പോൾ തിരിച്ചൊരു പുൾ ബാക്കിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നും കൂടെ നമ്മളൊന്ന് മനസ്സിൽ കരുതിയിരിക്കുക. പിന്നീട് നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിം ഇതേ സ്റ്റോക്കിൻ്റെ തന്നെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എങ്ങനെയാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് എന്നുള്ളത്. നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അറിയാം അതൊരു റേഞ്ച് ആയിരുന്നു. കൃത്യമായിട്ടൊരു റേഞ്ച് ലെവൽ ബ്രേക്ക് ഔട്ട് നമുക്കൊരു ട്രെൻഡ് ലൈൻ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഈ ഒരു ലെവലിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, ഒന്ന് ജസ്റ്റ് ഡ്രോ ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടൊരു ബ്രേക്ക് ഔട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ക്യാൻഡിലാണ് വീക്ക്ലി ലെവലിൽ ഈ ആഴ്ച വന്നിരിക്കുന്നത്. അവിടെ കുറേ ഹിറ്റ് ചെയ്തൊരു ഏരിയ ആണ് അത് നമുക്ക് കാണാം. കൃത്യമായിട്ട് കുറേ ദിവസങ്ങളിൽ ഹിറ്റ് കിട്ടിയ ഒരു ഏരിയ ആണ്. അവിടെ നിന്ന് തന്നെ ഒരു ട്രയാങ്കിൾ ലെവൽ ബ്രേക്ക് ഔട്ട് എടുക്കാനാണ് സ്റ്റോക്ക് നോക്കുന്നത്. നമുക്ക് ഒന്ന് ഡ്രോ ചെയ്ത് നോക്കാം. ഓൾമോസ്റ്റ് ഈ ഒരു ലെവലിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് എടുക്കാനാണ് സ്റ്റോക്ക് നോക്കുന്നത്. അവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ആ ലെവലിൽ നിന്ന്. അപ്പം ഇങ്ങനെ തുടർച്ചയായി ഹിറ്റ് കിട്ടി താഴേക്ക് പോയ ഒരു ഏരിയ ആണ്. പക്ഷേ സ്റ്റോക്ക് കൺസോൾഡേറ്റ് ചെയ്ത് മുകളിലേക്ക് കയറാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നതെന്ന് നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമിൽ നിന്നും മനസ്സിലാവും. പിന്നീട് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് കൺസിഡർ ചെയ്യുമ്പോൾ നേരത്തെ കണ്ട പോലെ മറ്റ് സ്റ്റോക്കിൽ കണ്ടതുപോലെ പ്രീവിയസ് ലെവലിൽ റെസിസ്റ്റൻസ് നമുക്ക് അങ്ങനെ അധികം മാർക്ക് ചെയ്യേണ്ടതായിട്ടില്ല. കാരണം ഇതൊരു അപ് ട്രെൻഡിൽ വന്നിട്ട് പിന്നെ കൺസോൾട്ടേഷനിലേക്ക് പോയ സ്റ്റോക്കാണ്. പിന്നെ ഇപ്പോൾ ഒരു കൺസോൾട്ടേഷൻ ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് കയറാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്രയും ലെവലുകൾ മാത്രം ആദ്യം ഒന്ന് മാർക്ക് ചെയ്യുക. പിന്നീട് മാത്രം നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ പതിവ് ഡിസ്ക്ലെയിമർ പറയണം. ഓഹരി നിക്ഷേപം എന്ന് പറയുന്നത് തീർത്തും വ്യക്തിപരമാണ്. നമ്മൾ ഒരിക്കലും ഈ ഓഹരികൾ വാങ്ങാൻ നിർദ്ദേശിക്കുന്നില്ല. ശരിക്കും രജിസ്റ്റേർഡ് ആയ ആളുകളാണ്, സെബി രജിസ്റ്റേർഡ് ആയ ആളുകളാണ് അഡ്വൈസറി അല്ലെങ്കിൽ ഇത്തരം സേവനങ്ങൾ കൊടുക്കുന്നത്. ഒന്നുകിൽ സ്വന്തം നിലയിൽ പഠനം നടത്താം. ആ സ്വന്തം നിലയിൽ പഠനം നടത്താനുള്ള ഒരു സഹായമാണ് നമ്മുടെ ഭാഗത്തും ഉണ്ടാകുന്നത്. ഫണ്ടമെൻ്റൽ സൈഡ്, ടെക്നിക്കൽ സൈഡ് ഒരു സ്റ്റോക്കിനെ കുറിച്ച് പറഞ്ഞ് അതിനെക്കുറിച്ച് സ്വന്തം നിലയിൽ ഒരു റിസർച്ച് നടത്തി ഒരു തീരുമാനം എടുക്കാനുള്ള, ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള തീരുമാനം എടുക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യുന്നത്. അതിൻ്റെ പുറത്ത് അവർക്ക് അല്ലെങ്കിൽ ഒരു നിക്ഷേപകന് ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അല്ലെങ്കിൽ മാർക്കറ്റ് അനലിസ്റ്റുകളും തന്നെയാണ് സ്വീകരിക്കേണ്ടത്. അതിനുള്ള ശ്രമമാണ് അവർ നടത്തേണ്ടത്. എന്തായാലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ഓഹരിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന സമഗ്രപരമായിട്ടുള്ള കാര്യങ്ങളും ഫണ്ടമെൻ്റലായാലും ഈ പറഞ്ഞ ടെക്നിക്കൽ സൈഡായാലും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതിലൂടെ അവർക്ക് സ്വന്തം നിലയിൽ അവർക്കൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു പ്രാപ്തിയിലോട്ട് എത്തിക്കാനുള്ള ഒരു സഹായമാണ് അല്ലെങ്കിൽ ഒരു ശ്രമമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ഏതെങ്കിലും ഓഹരികളെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. അടുത്ത ആഴ്ച മറ്റു 2 സ്റ്റോക്കുകളുമായി ഞങ്ങൾ വീണ്ടും എത്താം. അതുവരെ ബൈ.